കൊറേ കുറ്റം പറഞ്ഞ് ഈ മോനിഷ ഭാരതി ആരാന്നുള്ള കൂറ്റം പറഞ്ഞിട്ട് വരികയായിരുന്നു. വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്നല്ലേ നമ്മൾ നോക്കുക, പക്ഷെ വാട്ട് ഇസ് ഇൻ മൈ കിറ്റ് എന്നുള്ളത് ഒന്ന് അൺബോക്സ് ചെയ്യണം പ്ലീസ്. ഇനി വൈറലായി കഴിഞ്ഞാൽ എയറിലായി കഴിഞ്ഞാൽ എനിക്കതിൽ ഉത്തരവാദിത്തമില്ല. മോനിഷാസ് ജേണലിലേക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു മോനിഷാസ് ജേണൽ ഗൈസ്. വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്ന് നിങ്ങൾ ധരിക്കും. അല്ല, ഇതൊരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറിന് ഞാൻ സർപ്രൈസ് കൊടുക്കുകയാണ്. ഐ മീൻ ദുബായ് റൈറ്റ് നൗ. എൻ്റെ സിസ്റ്ററിനെ കാണാനായിട്ട് അവളുടെ ഫ്ലാറ്റിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇത് പതിയുന്നുണ്ടോ റെക്കോർഡ് അമർത്തിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. കാരണം ഇത് ആദ്യമായിട്ട് ജീവിതത്തിൽ ഷൂട്ട് ചെയ്യണം എൻ്റെ അമ്മയാണ്. അയ്യോ, ഇത് പതിയണില്ല എന്നുള്ളതിൻ്റെ സത്യമാണ്. അമ്മ പതിയണം കേട്ടോ. അവളെന്നെ പിക്ക് ചെയ്യാനായിട്ട് ലൈക്ക് 2 ദിവസം മുമ്പ് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഹൗസ് വാമിങ്ങിനൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. സോ ഇപ്പം ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ട്. ഇനി വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതന്നെ ഇല്ലേ? ഓക്കെ. അപ്പുറത്ത് അറബി തുറന്നു കഴിഞ്ഞാൽ പണിയാവും. ഒറ്റയ്ക്ക് വേറെ ആളോട് ചോദിച്ച് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഫുഡ് ഡെലിവറി പതിയുണ്ടോന്ന് അറിയില്ല. അമ്മ ഷൂട്ട് ചെയ്യണോണ്ട് ഞാനൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യാം. യൂട്യൂബ് ചാനലിന്റെ പേരറിയോ? ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്നാ ചോദിക്കാൻ വന്നത്. പക്ഷെ പറഞ്ഞത് കറക്റ്റ് ആണ്. ലക്ഷ്മി ജേണൽ അല്ല, മോനിഷാസ് ജേണലിലേക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു മോനിഷാസ് ജേണൽ. എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നില്ലേ? പതിയുണ്ടോ അത് റെക്കോർഡ് ആവുണ്ടോ നോക്കൂ. ഓക്കെ, ക്യാമറ വുമൺ ആദ്യം കയറൂ, എന്നാലും അകത്തുനിന്നുള്ള എൻട്രി പറ്റുള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? വീട് അത്രയും വൃത്തിയിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. നോക്കട്ടെ ജഡ്ജ് ചെയ്യട്ടെ. ഞാൻ വലതുകാലം എടുത്തു വെച്ച് കയറട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പാല് തിളപ്പിക്കാം കേട്ടോ. വീട്ടിൽ വന്നപ്പോ കണ്ടോ പട്ടിപ്പൂച്ച ഇങ്ങനെ ഇല്ലായിരുന്നു. ഇതാ പറഞ്ഞത്. എന്ത്? ഹലോ ഷൂക്കി മോനെ, ഷൂക്കി മുത്തേ. കൊറേ കുറ്റം പറഞ്ഞ് ഈ മോനിഷ ഭാരതി ആരാന്നുള്ള കൂറ്റം പറഞ്ഞിട്ട് വരികയായിരുന്നു. നോക്കട്ടെ എന്റെ ഷൂക്കി കുട്ടിയെ നോക്കട്ടെ. ഷൂക്കി കുട്ടിയെ കാണട്ടെ. ഷൂക്കി ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായി വരണേ ഉള്ളൂ കേട്ടോ. ബിക്കോസ് ഞാൻ ഇപ്പോഴല്ലേ കാണണേ. അപ്പോ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ എന്റെ കമ്പനി ആവണത്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഐ തിങ്ക് ഷീ ഈസ് മൈ ലൈക്ക് സ്റ്റാർ മാജിക് ഫാൻ ഓർ സംതിങ്. അതുകൊണ്ടാണ് ഇത്ര ഒരു പരിചയക്കേടില്ലാത്തത്. യൂട്യൂബിലോ? ഓ, എന്റെ സബ്സ്ക്രൈബർ ആണോ ഇത്? ഓ, ഇഷ്ടപ്പെടണില്ല കേട്ടോ, അത്ര ഇഷ്ടപ്പെടണില്ല. വേറെന്താ? ഞെട്ടിയില്ലേ ഞാൻ ഒറ്റയ്ക്ക് ലൊക്കേഷൻ ഒക്കെ കണ്ടുപിടിച്ച് വന്നപ്പോ? ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതാണ് ലൊക്കേഷൻ, ഇവിടെയാണ് വീട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തില്ല. എന്നെ ഒരാള് കൊണ്ടുവിടുക ചെയ്തേ. അതിന്റെ കൂടെയും പോയോ? യെസ്, പ്രൊമോഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. യെസ്. എന്തുണ്ട് കഴിക്കാൻ? വായു ഉണ്ട് കഴിക്കാൻ, അല്ലെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന്. എന്റെ അമ്മോ, ചൂട്. യെസ്, ഇനി പരിചയപ്പെടുത്താം. ഞാൻ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് മോനിഷ ഭാരതി ആരാന്ന് ഞാൻ പരിചയപ്പെടുത്താം. ദുബായില് ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഏജൻസി, മാർക്കറ്റിംഗ് ഏജൻസി ലൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ ആണ്. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തരണേ, എന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ബാങ്ക് കൊടുക്കണു. ഗുഡ് ഗേൾ. മൈക്ക് വെച്ചു, ഇല്ലെങ്കിൽ ഞാൻ പറയണം മാത്രം ഞാൻ എഫ് എം റെഡി ആയി പോവും. ഗൈസ് പറയൂ, എന്താ പറയാ, എന്തുണ്ട് വിശേഷം? ദുബായ് വിശേഷം ചൂടല്ലാണ്ട്. ദുബായിൽ ഞാൻ എത്തിയിട്ടുള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ. അവിടെ നല്ല തണുപ്പായിരുന്നു. യു കെയിൽ ഇപ്പോഴും തണുപ്പിന്റെ സമയം, സമ്മറാ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമ്മർ അത്യാവശ്യം തണുപ്പുള്ള സമ്മറാ. അല്ലെങ്കിൽ ഇപ്പോഴെല്ലാരും നാട്ടിലോട്ട് പോകുന്ന സമയത്താണ് നിങ്ങള്. And I have some surprises for you. വന്നു തന്നെ ഒരു എന്നെ തല്ലി. ഒരു ഇന്നത്തെ കണ്ടന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു എസ്പി ചെയ്തോണ്ടല്ല. എന്നാൽ പോലും വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്നല്ലേ നമ്മൾ നോക്കുക. പക്ഷെ വാട്ട് ഇസ് ഇൻ മൈ കിറ്റ് എന്നുള്ളത് ഒന്ന് അൺബോക്സ് ചെയ്യണം പ്ലീസ്. ഞാൻ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ് ഫോർ യു.
ഷൂക്കിക്കുണ്ട് ഗിഫ്റ്റ്, ഷൂക്കിക്കുണ്ട് ഗിഫ്റ്റ്. താങ്ക് യു. വേണ്ടിയിരുന്നില്ല. അയ്യോ വെറുതെ വെറുതെ പേച്ചൊക്കെ സന്നെ. ഓ ഭയങ്കര എളിമ. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഷൂക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു സാറിന്. അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ണി കണ്ടവർ കൊടുക്കുന്നത് ഇഷ്ടപ്പെടില്ല. സാറല്ലേ ഇത് പെൺകുട്ടിയല്ലേ? സുഖി പെൺകുട്ടി. എങ്ങനെയുണ്ട്? ഇതാ എന്റെ ഫോട്ടോ. അത് ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. എന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്യാനല്ലേ അതെനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച്. ഇത് ഇട്ടിട്ട് എനിക്ക് കാണണേ. യാ ഷുവർ ഷുവർ. തീരുന്നില്ല ഇനിയുണ്ട്. ഇതില ഞാനിപ്പോ ഓൾറെഡി ഇതെടുത്തപ്പോ നൈസില് കണ്ടായിരുന്നോ. റിച്ച് തന്നെ. ഇത് കഴിഞ്ഞിട്ട് വേണം നിർബന്ധമായിട്ട് ചെക്ക് മേടിച്ചെടുക്കാൻ. നൈസ് നൈസ്. നല്ല ഭംഗിയുണ്ട്. ഇഷ്ടായോ? ഇഷ്ടമായി, ശരിക്കും ഇഷ്ടം. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കളറും എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വേണ്ടിയിരുന്നില്ല ഇത്രയും പൈസ. അടുത്തത് കണ്ടാൽ ഞെട്ടും. കാരണം അത് കിട്ടിയവരൊക്കെ ഇന്ന് വേറെ ലെവലായിരിക്കും. അതെന്താ അത്രയും? ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ഭദ്രമായിട്ട്. കവർ ഞാൻ ഇവിടെ വെക്കുവാണ്. എന്താ കുപ്പിയാ? എന്താന്ന് പറ, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. ഇതെന്താ? ഓഫ് കോഴ്സ് ഇറ്റ്സ് പെർഫ്യൂം. ഞാൻ സത്യം പറയട്ടെ, ഒരു 2-3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ട്. അതിലെ തിരക്കുകളുള്ള സെലിബ്രിറ്റി അല്ലേ, ഞാനൊരു വീഡിയോ ഇട്ട് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. മീൻസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഡ്രസ്സും പെർഫ്യൂമും. അറിയാലോ. അപ്പൊ ആ 2 സാധനം കിട്ടി. പക്ഷെ ഈ പെർഫ്യൂം ഡ്രസ്സിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വൈറ്റും പിന്നെ ആ പെൺകുട്ടി. പക്ഷെ ഇത് പുതിയതെന്ന് ഇൻ ദ സെൻസ് ലൈക്ക് എയർപോർട്ടിൽ മാത്രം ലോഞ്ച് ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് സാധനം. എന്റെ ഫേവറേറ്റ് ബ്രാൻഡും ഞാൻ പോലും ഉപയോഗിച്ചിട്ടില്ല ഗൈസ്. പക്ഷെ എന്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം. സത്യം പറയില്ലേ കയ്യിലില്ലത്? ഇല്ല എന്ന് വെച്ചാൽ തിരിച്ചു. ഞാൻ വിചാരിച്ചു എന്നാ ഇത് നീ വെച്ചോ എന്ന് പറയുന്നത്. ഞാൻ പൊട്ടി ചോക്കട്ടെ. പിന്നെന്താ? പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടാ. ക്യാമറ ഇങ്ങോട്ട് കാണിച്ചേ. പെർഫ്യൂം പെർഫ്യൂം പൊട്ടിച്ചിട്ട് കണ്ടോ? അത് പറയുമ്പോൾ ഞാൻ ഇതാവുന്നു. പെർഫ്യൂം പൊട്ടിച്ചിട്ട് ഇനി എയറിലായി കഴിഞ്ഞാൽ എനിക്കതിൽ ഉത്തരവാദിത്വമില്ല. ഇതുവരെയുള്ളൊരു ശീലം അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പെർഫ്യൂമിനായിട്ട് വളരെ അടുത്ത് കിടക്കുന്നു. പെർഫ്യൂം ദുബായ് ഗൈസ്, കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി പോയത്. ലൈക്ക് ഇവളിവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് കാര്യങ്ങൾ കൊടുത്താലും ലൈക്ക് സ്പോട്ടിൽ അന്വേഷിച്ച്, അപ്പൊ അവിടുന്ന് തന്ന ആ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ നമ്മൾ പോയത് മോന് ത്രൂ ആയിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് പെർഫ്യൂം ഉണ്ടാക്കാൻ പോയി. ഇത് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതൊരു ബ്രാൻഡഡ് പെർഫ്യൂം ആണ്. ലൈക്ക് എക്സ്ക്ലൂസീവ് ലോഞ്ച് ചെയ്ത്. ഇത് ബ്രാൻഡ് പ്രൊമോഷൻ ആണെന്ന് പറയല്ലേ, ഞാൻ അന്തസ്സായിട്ട് കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. താങ്ക് യു. ഞാനേ എന്റെ യൂട്യൂബിൽ UK പോണ സമയത്ത് ഗുഡ് ഗേൾ ഒരു ഷൂസിന്റെ പെർഫ്യൂം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടമായവര് കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ വർഷങ്ങളായിട്ട് ഗുഡ് ഗേളിന്റെ ഒരു വലിയ ഫാനാ. അവരുടെ ഗുഡ് ഗേളിന്റെ ഏറ്റവും പുതിയ ലോഞ്ച് ആട്ടത്. എയർപോർട്ടിൽ മാത്രമേ എവിടെയും ദുബായിലെ ഷോപ്സിലും കിട്ടില്ല എന്റെ അറിവിലില്ല. എയർപോർട്ട് എക്സ്ക്ലൂസീവ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് അവരത് അവിടെ ലൈക്ക് കിയോസ്ക് ഇട്ടിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാ എയർപോർട്ടിലും കിട്ടുമോ അതോ ദുബായിലോ? ഞാൻ ദുബായിലും ലണ്ടനിലും ഞാൻ കണ്ടു. ദുബായിൽ ആക്ച്വലി കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. നാട്ടിൽ നിന്ന് ദുബായിൽ നിന്ന് ലണ്ടൻ, അങ്ങനെ ഞാൻ പോയേ. അപ്പോൾ ദുബായിൽ നിന്ന് പോകുന്ന സമയത്ത് ഇത് ഞാൻ സ്മെൽ ചെയ്ത് നോട്ടിട്ട് വെച്ചിരുന്നതാ. പിന്നെ ലണ്ടനിൽ നിന്ന് എനിക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തു. ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വരണേ. എനിക്ക് ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായി. നോക്കിയേ, ഒരു ബട്ടർഫ്ലൈ പോലെ ഇല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ല് അറിയോ? സ്മെല്ല് നോക്കി. ഞാൻ സ്മെല് ചെയ്തിട്ടാ മേടിച്ചേ. ഇങ്ങനെ തന്നെ അല്ലേ? ഒന്ന് നോക്കിക്കേ. വേണ്ട, പെർഫ്യൂം ഞാൻ തുടരില്ല ഗൈസ്. ഞാൻ ഇറങ്ങും. അല്ല, ഇത്ര എനിക്ക് ടെൻഷൻ ആവുന്നു. ഓൾ ദി ബെസ്റ്റ്. എന്തോ ഞാൻ നോക്കട്ടെ. ഇത്തിരി കഴിയട്ടെ. ഇത്തിരി കഴിയണ്ട. എങ്ങനെയുണ്ട്? ഓൾറെഡി സ്മെല്ല് കിട്ടുന്നില്ലേ? ഞാൻ കൊടുത്തോണ്ട് പറയല്ല. അടിപൊളി അടിപൊളി അടിപൊളി. യെസ്. ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ. സത്യം. ഞാൻ കൊറേ പെർഫ്യൂം ഉണ്ട്, പക്ഷെ ചിലത്. എത്ര പെർഫ്യൂം ഉണ്ടാവും ടോട്ടൽ? 200 എണ്ണോ?
എന്തായാലും ഒരു കുറെ ക്ലയൻസ് ഷൂട്ടിന് തന്നതടക്കം എന്തായാലും 50-ലും കൂടുതലുണ്ട്. ആ ക്ലയൻസ് എന്നെ ചീത്ത വിളിക്കില്ലായിരിക്കാം, എന്നാലും പറയട്ടെ, ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല പെർഫ്യൂം. അതായത് എനിക്കിപ്പോ 29 വയസ്സായാലും അത്ര പറയണ്ടായിരുന്നല്ലേ, എനിക്ക് 22 വയസ്സായാലും ഞാൻ ഏറ്റവും അടിപൊളിയായിട്ട്. എത്ര വയസ്സ്? 22. ഇത് നല്ല നേരം കുറെ നേരം നിൽക്കും തോന്നുന്നു, കാരണം ബ്രാൻഡ് അല്ലേ. പെർഫ്യൂമേ അത് ഞാൻ സഹിച്ചു. അങ്ങനെയല്ല, മോനോനൊരു പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസാ. കാരണം എപ്പോഴും അത്രയധികം പെർഫ്യൂം ഉള്ള ഒരാളായിരിക്കും കയ്യില്. അപ്പൊ ആ ഒരാൾക്ക് ഒരു പെർഫ്യൂം കൊടുക്കുമ്പോൾ അത്രയും നമ്മൾ ചൂസ് ചെയ്തിട്ട് വേണ്ടേ കൊടുക്കാൻ. ഐ വാസ് ലൈക്ക് കുറെ ഓപ്ഷനിൽ നിന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഏറ്റവും ഞാൻ ഗുച്ചിയൊക്കെ എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഐ തോട്ട് ആരുടെയും കയ്യിലില്ലാത്ത റെയർ ഗുച്ചിയൊക്കെ ലൈക്ക് എല്ലാ എഡീഷൻസും എല്ലാവരും യൂസ്ഡ് അല്ലേ, ഇതെന്തായാലും മടിച്ചിങ്ങനെ നടക്കുമ്പോൾ ആൾക്കാരൊന്ന് ചോദിക്കും. യെസ്, ഇനി സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം ഇട്ട് ഞാൻ അങ്ങ് വെറുപ്പിക്കുന്നതായിരിക്കും. ഗൈസ്, താങ്ക് യു സോ മച്ച്. വന്നതിനേക്കാളും വലിയ സർപ്രൈസ് ആയി കിട്ടിയത്. ഇത് എനിക്കെന്താ സത്യം പറയട്ടെ, ഇനി ഞാൻ വേറൊരു സത്യം കൂടി പറയാം. ഞാൻ അധികം അടിക്കില്ല ഇനി. എന്താ, എനിക്ക് വിഷമായി പോവുള്ളൂ, ഇത് തീർന്നു പോവോന്നൊക്കെ. അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ച് ഇച്ചിരി അടിക്കാം. എന്തെങ്കിലും മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ മാത്രം. അടിപൊളി. ആ ഇത് അടിച്ചു പോകുന്ന എല്ലാ മീറ്റിങ്ങും ഗംഭീരമാവട്ടെ. താങ്ക് യു. എനിക്ക് പുറത്തു പോകണം. പോവാ. എങ്ങോട്ട് കൊണ്ടുപോകും? നമുക്ക് ഓഫ് കോഴ്സ് ഇവിടെ ഇല്ല, നാളെ മുതൽ നിങ്ങൾ വരുന്ന പറഞ്ഞ ഞാൻ ഇവിടെ ഫുൾ വിഭവ സമൃദ്ധമായ പരിപ്പ് കറിയും ചോറും ഉണ്ടാക്കും. നമുക്ക് വരണ്ട ഗൈസ്. എന്തായാലും നമുക്ക് കഴിക്കാൻ പോകുന്നത്. താങ്ക് യു സൂക്കി. അമ്മയ്ക്ക് പക്ഷെ നല്ല സ്മെൽ കേട്ടോ. അല്ലേ, കൊറേ അങ്ങനെയല്ല, എയർപോർട്ടിൽ ഞാൻ അത്രയും സ്മെൽസിന്റെ ഇടയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്മെല്ല. വേറൊരു കാര്യടാ, നീ പറഞ്ഞില്ല അടിച്ചിട്ട് ഇപ്പൊ സ്മെല് ചെയ്യാം, പക്ഷെ അത് അടിച്ചപ്പോ തന്നെ കിട്ടി കേട്ടോ. ഇത് 100% പറഞ്ഞ പോലെ പ്രൊമോഷൻ അല്ല, പക്ഷെ 100% ഗുഡ് ഗേളിന്റെ എഡിഷനും കൂടെ ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഇവിടെ. പക്ഷെ ഗുഡ് ഗേൾ എഴുതി കാണാൻ, അതായത് ലൈക്ക് കരോളിന ഹെറേറ എന്നാണ് ബ്രാൻഡിന്റെ പേര്. അതിലൊരു എഡിഷൻ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്ന ഗുഡ് ഗേള്. ഇപ്പൊ അതിൽ എഡിഷൻ ആണ് ലാ ബോംബ. ബോംബ് തന്നെ. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഈ വ്ലോഗ് എനിക്കാണ്. ഇനി അതിലും നമ്മൾ തമ്മിൽ ഒരു തല്ലുകൂടല് വേണ്ട. അത് ലക്ഷ്മി നക്ഷത്രത്തിൽ ഇടാം. അത് വേണോ? ഈ വ്ലോഗ് 4 ഗിഫ്റ്റ് ഉണ്ട്. ലൈക്ക് ടീഷർട്ട്, ബാഗ്, പെർഫ്യൂം. 4ാമത്തത് ഈ വ്ളോഗ് പുതിയ ലൈക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ ഐ തോട്ട് എന്റെ വക ഒരു എന്താ പറയാ എപ്പിസോഡും കൂടെ ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളത്. വേറെ എവിടെ സെർച്ച് ചെയ്താലും ഇങ്ങനെ യൂട്യൂബിലൊന്നും എന്നെ കാണലുണ്ടാവില്ല. അത് മാത്രല്ല, ആരെങ്കിലും വ്ളോഗ് ഗിഫ്റ്റ് ആയിട്ട് തരുമോ എനിക്കറിയില്ല. ഫസ്റ്റ് മനസ്സും വ്ളോഗും നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു. അതുകൊണ്ട് തന്നെ ഞങ്ങളിതൊരു 1 മില്യൺ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പുറത്തു പോവാ. ഇത്തിരി കൂടെ കുറച്ച് ഞാൻ തരില്ല കേട്ടോ. വേറൊരു കാര്യം കൂടി, അമ്മ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു അമ്മയുടെ റെക്കമെൻഡേഷൻ ആവാനാണ്. അത് അവിടെ പോയി പറഞ്ഞാൽ അല്ല. താങ്ക് യു. എന്നാലും അമ്മയും കൂടി വന്നില്ലേ, രണ്ടുപേരും കൂടി. ബോട്ടിലിന്റെ ഭംഗിയും കൂടെ കാണിച്ചോട്ടെ. ഫസ്റ്റ് ഞാൻ ഇത് കണ്ടിട്ടാണ് ഫസ്റ്റ് ഇത് കണ്ടിട്ടാണ് ആക്ച്വലി ഞാനിതിൽ വീണത്. ബട്ടർഫ്ലൈ അല്ലേ സൈഡിൽ നിന്നൊക്കെ. കളറും ഭയങ്കര പിങ്ക് ക്യൂട്ട്. അയ്യോ, എന്റെ നെയിൽ പോളിഷും സെയിം. ഒക്കെ കോയിൻസിഡൻസ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവരോടും പറയാനുള്ളത്, ലക്ഷ്മി നക്ഷത്രം അല്ല മോനിഷാസ് ജേർണൽ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ തുടക്കത്തിന്റെ ആണ് ഞാൻ പറഞ്ഞില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോ എനിക്ക് തോന്നുന്നു ലൈക്ക് എന്താ പറയാ, ഇപ്പൊ തന്നെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ് സൂക്കി. അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയും അപ്ഡേറ്റഡ് ആയിട്ട് മോനു 24-ലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. 3.5 വർഷം. അത് കഴിഞ്ഞ് ദുബായിൽ വന്നു. ഇപ്പൊ ബിസി ഗേൾ. അതെ, ലക്ഷ്മിയുടെ അത്ര ഇല്ലെങ്കിൽ പോലും ചിന്നു ചേച്ചിയുടെ അത്ര. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ യൂട്യൂബില് എനിക്ക് 100% കുറച്ച് പേര് പ്രതീക്ഷ ഉണ്ടത് കാണുന്ന. ചിന്നു ഫാൻസ് മൊത്തം എന്റെ ഫാൻസ് ആണല്ലോ. ഫുൾ ചിന്നു ചേച്ചി, ചിന്നു കുട്ടി, സനൽ, ചിന്നു നക്ഷത്ര,
അങ്ങനെ കുറേ ഫാൻസ് ഉണ്ട്. അവരെല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ലക്ഷ്മിയുടെ എയർപോർട്ടിലെ വീഡിയോ ഇട്ടപ്പോഴേ നിരത്തി പിടിച്ച സ്റ്റാറ്റസ് ആയിരുന്നു. എയർപോർട്ടിൽ വന്നിട്ട് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം അത് പിടിച്ചിട്ട് വിശക്കണോ? എന്നാ വാ. ബൈ.